അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത്തം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ശബ്ദം ശ്രവിക്കുന്ന ഏറെ ആദരണീയരായ സഹോദരീ സഹോദരന്മാരെ, നാം ഏവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എല്ലാ രൂപത്തിലുമുള്ള നന്മകൾ പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. സൃഷ്ടികർത്താവായ അല്ലാഹുവോട് നിർവഹിക്കേണ്ട കടമകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനും പ്രവാചകധ്യാപനങ്ങളും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പടപ്പുകളോട് നമുക്കുള്ള കടമകൾ എന്തെല്ലാമെന്നും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. മനുഷ്യേതര ജീവജാലങ്ങളോട് പോലും കാരുണ്യം കാണിക്കണമെന്നാണ് അല്ലാഹുവിൻ്റെ കിതാബും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളും നമ്മെ അറിയിക്കുന്നത്. മാനുഷിക ബന്ധങ്ങൾക്ക് ഏറെ വില കൽപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. മനുഷ്യരിൽ നമുക്ക് ഏറ്റവും അധികം കടമയുള്ളവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നുള്ളത്. വിശുദ്ധ ഖുർആനിലെ പല ആയത്തുകളിലും അല്ലാഹുവെ ആരാധിക്കണം എന്ന് പറഞ്ഞതിൻ്റെ കൂടെ ചേർത്തു പറയുന്ന ഒരു കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നുള്ള വിഷയമാണ്. വിശുദ്ധ ഖുർആനിൻ്റെ 4-ാം അധ്യായം സൂറത്തുൻ നിസാഇൻ്റെ 36-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നു, വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅൻ വബിൽ വാലിദൈനി ഇഹ്സാന. നിങ്ങൾ അല്ലാഹുവെ ആരാധിക്കുക, അവനിൽ ആരെയും നിങ്ങൾ പങ്കു ചേർക്കാതിരിക്കുക, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുകയും ചെയ്യുക. സമാനമായി വിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തുൽ അൻആമിൻ്റെ 151-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, ഖുൽ തആലൗ അത്ലു മാ ഹറമ റബ്ബുക്കും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ. നബിയെ പറയുക, നിങ്ങൾ വരിക, നിങ്ങൾക്ക് എന്താണ് അല്ലാഹു തആല നിഷിദ്ധമാക്കിയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അല്ലാ തുശ്രികൂ ബിഹി ശൈഅൻ, നിങ്ങൾ അവനിൽ യാതൊരാളെയും പങ്കു ചേർക്കരുത്. അള്ളാഹുവിന് അവകാശപ്പെട്ടതൊന്നും അവൻ്റെ ഒരു പടപ്പിനും നൽകാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നീട് പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക എന്നാണ്. സമാനമായി 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 83-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൻ്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇൻ്റെ 23-24 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹ്. തന്നെയല്ലാതെ മറ്റാരെയും ആരാധിക്കരുതെന്ന് അല്ലാഹു തആല കൽപ്പിച്ചിരിക്കുന്നു. ശേഷം പറയുന്നു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. ആ മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ ആ മാതാപിതാക്കൾ രണ്ടാളുമോ നിന്റെ അടുക്കൽ വാർദ്ധക്യാവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ, അവരോട് ഛേ എന്ന വാക്കുപോലും പറയരുത്. വലാ തൻഹറുഹുമാ, അവരോട് നീ കയർത്ത് സംസാരിക്കരുത്. വഖുൽ ലഹുമാ ഖൗലൻ കരീമ, നീ അവരോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരിക്കണം. വഖ്ഫിർ ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, അവർക്ക് വേണ്ടി കാരുണ്യത്തിന്റെ ചിറകുകൾ നീ താഴ്ത്തിക്കൊടുക്കണം. വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, എൻ്റെ റബ്ബേ, അവർ രണ്ടുപേരോടും നീ കരുണ കാണിക്കണമേ, അവർ ചെറുപ്പത്തിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എന്ന് നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് അല്ലാഹു തആല അറിയിക്കുന്നു. വാർദ്ധക്യത്തിൻ്റെ അവശതയിൽ, ആ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിൽ മാതാപിതാക്കൾ ഒരുപക്ഷേ നമുക്കിഷ്ടമില്ലാത്ത പലതും പറഞ്ഞേക്കാം. നമ്മുടെ വാക്കുകൾക്ക് അവർ വില കൽപ്പിച്ചില്ല എന്ന് വന്നേക്കാം. അതുപോലെ തന്നെ നമ്മൾ നൽകുന്ന സഹായവും സേവനവും കണ്ടില്ലെന്ന് നടിക്കുന്ന രൂപത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ പോലും ഒരു മകൻ എന്ന നിലയ്ക്ക്, അങ്ങനെ ഒരു മകളെന്ന നിലയ്ക്ക് മാതാപിതാക്കളോട് ഏറ്റവും നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ്
ഇസ്ലാം പഠിപ്പിക്കുന്നത്. മനുഷ്യരായ നമ്മൾ ആകാശത്തു നിന്ന് പെയ്തിറങ്ങിയവരല്ല, ഭൂമിയിൽ പൊട്ടിമുളച്ച ആളുകളല്ല. മറിച്ച് ഈ ലോകത്ത് നമ്മുടെ ജന്മത്തിന് കാരണമായി തീർന്നത് നമ്മുടെ ഉമ്മയും ഉപ്പയുമാണ്, നമ്മുടെ മാതാപിതാക്കളാണ്. അതുകൊണ്ടുതന്നെ അവരോട് നമുക്ക് കടമകളുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പല ആയത്തുകളിലും മനുഷ്യന്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനുണ്ടായ ബീജഗണത്തെ സംബന്ധിച്ചും അങ്ങനെ അത് മാതാവിന്റെ വയറ്റിൽ വളർന്നതിനെ സംബന്ധിച്ചും ഉമ്മ അനുഭവിച്ച പ്രയാസത്തെപ്പറ്റിയും മാതാപിതാക്കളെ ആദരിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും ഒക്കെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു തആല പറയുന്നു, വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹൻ. മനുഷ്യന് തന്റെ മാതാപിതാക്കളുടെ വിഷയത്തിൽ നാം ഉപദേശം നൽകിയിരിക്കുന്നു. അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നത് പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. വഫിസാലുഹു ഫി ആമൈൻ. അവന്റെ മുലക്കുടിപ്രായമാകട്ടെ 2 വർഷമാകുന്നു. അതുകൊണ്ട് അനിഷ്കുർലി, മനുഷ്യ നീ എന്നോട് നന്ദി കാണിക്കുക. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കുക. എന്നിലേക്കാകുന്നു നിന്റെ മടക്കം എന്ന് വിശുദ്ധ ഖുർആനിന്റെ 31-ാം അധ്യായത്തിലെ 14-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഉമ്മ അനുഭവിക്കുന്ന പ്രയാസത്തെപ്പറ്റി, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതും മുലയൂട്ടുന്നതുമെല്ലാം ഏറെ പ്രയാസം സഹിച്ചുകൊണ്ടാണ്. അതുമായി ബന്ധപ്പെട്ട് സൂചന നൽകുന്ന ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. മാതാപിതാക്കൾ മുസ്ലിങ്ങളല്ലെങ്കിൽ പോലും അവരോട് മാന്യമായി വർത്തിക്കണമെന്നും അവർക്കുള്ള ചെലവ് നൽകണമെന്നുമാണ് കൃത്യമായി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ നമ്മൾ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 31-ാം അധ്യായം സൂറത്തുൽ ലുഖ്മാനിലെ തന്നെ 15-ാമത്തെ ആയത്തിൽ കാണാം, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഉഹുമാ വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ. നിന്റെ ഉമ്മയും ഉപ്പയും, നിന്റെ അച്ഛനും അമ്മയും, അഥവാ നിന്റെ മാതാപിതാക്കൾ, അവർ നിന്നെ അള്ളാഹുവിൽ പങ്കുചേർക്കാൻ നിർബന്ധിച്ചാൽ, അഥവാ മുസ്ലിങ്ങളല്ലാത്ത മാതാപിതാക്കൾ അവർ തിന്മ ചെയ്യാൻ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ഏറ്റവും വലിയ പാതകം ചെയ്യാൻ വേണ്ടി നമ്മളെ നിർബന്ധിക്കുന്നുവെങ്കിൽ പോലും ആ വിഷയത്തിൽ അവരെ അനുസരിക്കേണ്ടതില്ല. എന്നാലും വസ്വാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫ, അവരോട് ഏറ്റവും നല്ല നിലയിൽ ഈ ദുനിയാവിൽ ഏറ്റവും മാന്യമായി കൊണ്ട് സഹവസിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുകയാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന്റെ പിതാവ് ആസർ വിഗ്രഹാരാധകനായിരുന്നു, വിഗ്രഹത്തെ നിർമ്മിക്കുന്നയാളായിരുന്നു, ആ വിഗ്രഹത്തെ വിറ്റ് കാശുണ്ടാക്കി അതുകൊണ്ട് ജീവിക്കുന്ന ആളായിരുന്നു. അങ്ങനെയുള്ള ആസർ എന്ന ഉപ്പയെ ഇബ്രാഹിം അലൈഹിസ്സലാം ഇസ്ലാമിന്റെ സത്യസന്ദേശത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. കേൾക്കാത്ത കാണാത്ത ഉപകാരം ചെയ്യാത്തതിനെ നിങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത് എന്ന് ഉപ്പയോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ 19-ാം അധ്യായം 42 മുതൽ 46 വരെയുള്ള ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവിടെ യാ അബത്തി എന്ന വിളിയാണുള്ളത്. യാ അബി എന്ന വിളിയല്ല, യാ അബത്തി എന്ന സ്നേഹം കലർന്ന വിളിയാണ് അമുസ്ലിമായ തൻ്റെ ഉപ്പയെ ഇബ്രാഹിം അലൈഹിസ്സലാം വിളിക്കുന്നത്. യാ അബത്തി, ഓ എൻ്റെ പൊന്നു ഉപ്പ എന്ന രൂപത്തിലുള്ള വിളിയാണ്. വീട്ടിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഉപ്പ പുറത്താക്കുന്നുണ്ട്. സത്യസന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന് തന്റെ പിതാവിനോട് പ്രബോധനം നടത്തിയതിന്റെ പേരിൽ ആ പിതാവ് അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോഴും സലാമുൻ അലൈക്, നിങ്ങൾക്ക് രക്ഷയുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ ചരിത്രത്തിൽ പല പാഠങ്ങളുണ്ട്. അതിലൊന്ന് മാതാപിതാക്കളോട് ഏറ്റവും മാന്യമായ രൂപത്തിൽ സംസാരിക്കണമെന്നുള്ള പാഠമാണ്. ഒരിക്കലൊരു സ്വഹാബി ചോദിച്ചു നബിയോട്, നബിയെ, ഞാൻ ഏറ്റവും നല്ല നിലയിൽ ആരോടാണ് സഹവസിക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ്? അപ്പോഴും പറഞ്ഞു നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണെന്ന് ചോദിച്ചപ്പോഴും നബി പറഞ്ഞു നിന്റെ ഉമ്മയോടാണ്. 4-മതായി പറഞ്ഞു സുമ്മ അബൂഖ്, നിന്റെ ഉപ്പയോടാണ് എന്ന്. എന്തുകൊണ്ടാണ് 1, 2, 3 സ്ഥാനങ്ങൾ ഉമ്മാക്ക് ലഭിച്ചത്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു, 3 കാര്യങ്ങൾ ഉമ്മക്ക് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ്. ലോകത്തൊരു പിതാവിനും ചെയ്യാൻ കഴിയാത്ത 3 കാര്യങ്ങൾ മാതാക്കൾ മാത്രം ചെയ്യുന്നതാണ്. 1, കുട്ടിയെ ഗർഭം ചുമക്കുക എന്നുള്ളതാണ്. 2, കുട്ടിയെ പ്രസവിക്കുക എന്നുള്ളതാണ്. 3, കുട്ടിയെ മുലയൂട്ടുക എന്നുള്ളതാണ്. ഇത് 3ഉം ഉമ്മയാണ് നൽകുന്നതെന്നുകൊണ്ട് തന്നെ ഉമ്മയോട് ചില കടമകളുണ്ട് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിക്കുന്നു. മാതാപിതാക്കളെ സ്നേഹിക്കാനും ആദരിക്കാനും പരിചരിക്കാനും പരിഗണിക്കാനും അവർക്ക് സാമ്പത്തികമായി സഹായം നൽകാനും മാനസികമായി അവർക്ക് കരുത്ത് നൽകാനും അവർക്ക് സന്തോഷം നൽകാനും അവരുടെ കൂടെ കഴിയാനും അവർ രോഗിയാണെങ്കിൽ അവർക്ക് ഉള്ള ചികിത്സ നൽകുവാനും ഒരു വേള അവരെ ഒറ്റയ്ക്കാക്കിക്കൊണ്ട് യാത്ര പോകരുത് എന്നുപോലും ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യുദ്ധത്തിനു വേണ്ടി കടന്നു വന്ന ഒരു സ്വഹാബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. കാരണം
അയാൾക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് വീട്ടിൽ പോയി അവരെ നീ പരിചരിക്കുക. അതാണ് നിന്റെ ജിഹാദ്, അതാണ് നീ ചെയ്യുന്ന ധർമ്മസമരമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഈസാ അലൈഹിസ്സലാം ജനിച്ച ഉടൻ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ കാണാം, വബർറം ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ഷഖിയ. എന്റെ റബ്ബ് അല്ലാഹു തആല എന്നോട്, എന്റെ ഉമ്മ മറിയമിനോട് പുണ്യം ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു എന്നെ ധിക്കാരിയോ ഭാഗ്യം കെട്ടവനോ ആക്കിയിട്ടില്ല എന്നതാണ്. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവനാണ് ഏറ്റവും വലിയ ധിക്കാരി. മാതാപിതാക്കൾ അനുസരിക്കാത്തവൻ ദൗർഭാഗ്യവാനാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം അദ്ദേഹത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വലം യകുൻ ജബ്ബാറൻ അസിയ. അദ്ദേഹം അഹങ്കാരിയോ ധിക്കാരിയോ ആയിരുന്നില്ല എന്നാണ്. വിശുദ്ധ ഖുർആനിന്റെ 19-ാം അധ്യായത്തിലെ 14-ാമത്തെ ആയത്തിൽ നമുക്ക് ആ കാര്യം കാണാൻ കഴിയും. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഇസ്ലാം പഠിപ്പിക്കുന്നു. നൂഹ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയിൽ കാണാം, റബ്ബി ഗഫിർലി വലിവാലിദയ്യ. റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ നമ്മുടെ ഉമ്മയോട്, നമ്മുടെ ഉപ്പയോട് നമുക്ക് കടമകളുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അവർ രോഗികളാണെങ്കിൽ അവരെ നമ്മൾ പരിചരിക്കണം. അവർക്ക് നമ്മൾ സന്തോഷം നൽകണം. അവരെ വിഷമിപ്പിക്കരുത്. അവർക്ക് മനപ്രയാസമുണ്ടാക്കുന്നവരായി നമ്മൾ മാറരുത്. നമ്മളെപ്പറ്റി ഓർക്കുമ്പോൾ അവർക്ക് സമാധാനവും ആശ്വാസവും സന്തോഷവും ഉണ്ടാവണം. നമ്മളിൽ അവർ അഭിമാനിക്കണം. അവർക്ക് അപമാനകരമായി നമ്മൾ മാറരുത്. മാതാപിതാക്കൾ മരിച്ചാലും നമുക്കവരുടെ കടമയുണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവർക്ക് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ, അവരുടെ സുഹൃത്തുക്കളെ സന്ദർശിക്കുവാൻ. ഇതൊക്കെ നമ്മുടെ കടമയാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ചുരുക്കത്തിൽ എല്ലാ രംഗത്തുമുള്ള നന്മകൾ പഠിപ്പിച്ച ഇസ്ലാം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി പഠിപ്പിച്ച മതമാണ്. മാതാപിതാക്കളെ ധിക്കരിക്കുന്നവർക്ക് ഇഹലോകത്ത് തന്നെ അള്ളാഹുവിൻ്റെ അദാബ്, അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാനത് കാരണമായി തീരുമെന്ന് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം ഗൗരവമായി നമ്മൾ കാണുക. നമ്മുടെ നാട്ടിൽ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി വീട്ടിൽ തന്നെ കഴിയുന്ന മാതാപിതാക്കൾ വീടിൻ്റെ ഏതെങ്കിലും റൂമുകളിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇസ്ലാമിൻ്റെ ഈ അധ്യാപനങ്ങൾ നമുക്ക് മാർഗദർശനമാകണം. അല്ലാഹു തആല സത്യം മനസ്സിലാക്കി ജീവിതം ക്രമീകരിക്കുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.